അപ്പോൾ സുധാകരൻ ഒരു പരിഗണനയില്ല. ഇതാരാ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഒരു പരിഗണനയില്ല. കണ്ണടച്ചോട് ഇതിൻ്റെ ഹാസ്യച്ചിരി. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഹാസ്യാത്മകമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എത്രയോ സീനിയറായ ഒരാളാണ് പാർട്ടിക്കകത്ത്, എത്രയോ സീനിയറായ ആളാണ്. സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ഞാൻ പിടിവലി കൂട്ടാൻ പോയിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ തന്നെ 3 തവണ നിർദ്ദേശിച്ചപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ മാറിയ ആളാണ് ഞാൻ. ഇത് കയറ്റാൻ പറ്റി മതി, പക്ഷെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള എന്നോട് പാർട്ടി തന്നെ 2 തവണ മിനിസ്റ്ററാക്കി, 20 തവണ MLA ആക്കി, ആദ്യത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റാക്കി, 12% സിൻഡിക്കേറ്റ് ഇൻസിഡൻറ്റ് ചെയ്തത് പാർട്ടിക്ക് എന്നിട്ടുള്ള കൂറുകൊണ്ടല്ലേ. ഞാൻ അതിനെ എങ്കിലും ഏതെങ്കിലും തരത്തിൽ പോറിലേൽപ്പിച്ചോ? ഒരു പരാതി ഉണ്ടോ? ഇല്ല. അങ്ങനെ എന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ സഖാവ് ഗോവിന്ദൻ ശ്രദ്ധിക്കണ്ടേ? ഇതെല്ലാം സമീപനം. അദ്ദേഹം എന്നെ ചെറ്റയെന്ന് വിളിച്ചു മുഖ്യമന്ത്രി. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ അഭിമാനിക്കുന്ന കാരണം ചെറ്റക്കുടലിൽ താമസിക്കുന്നവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നത്. അപ്പോൾ സമ്പന്നന്മാർക്ക് വേണ്ടി മണിമാളികയിൽ ആ അർത്ഥം പോലും പ്രത്യയശാസ്ത്രപരമായി അധികാരത്തിൻ്റെ ഈ വല്ലാത്ത ഒരു എന്തോ പറയുന്നത്, അതിനൊരു മൂടൽ മഞ്ഞില്ല. അദ്ദേഹം ഇതൊക്കെ മറന്നുപോയിരിക്കുകയാണ്. ഇന്നൊരു കമ്മ്യൂണിസം എന്താണ് ചെറ്റപ്പുരയുടെ അർത്ഥം ഇതൊക്കെ പറയാണ്. പിന്നെ ഞാൻ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്, ഓർഗസ്റ്റിലെ ചെളിക്കുണ്ട്. അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത് ശരിയാണ്.